ലാലേട്ടൻ വളരെയധികം സ്ട്രെസ് ഫ്രീ ആയിട്ടും ടെൻഷൻ ഫ്രീ ആയിട്ടൊക്കെ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എപ്പിസോഡായിരിക്കണം ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ്. ആ ഒരു എപ്പിസോഡിൽ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വീക്കിലെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ കാര്യങ്ങൾ മാത്രമേ കാര്യമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ പറയാൻ തക്കവണ്ണം ഉണ്ടായിരുന്നുള്ളൂ. പണിഷ്മെന്റുകളും പ്രശ്ന പരിഹാരങ്ങളും ഒക്കെ നിലവിൽ ഇന്നലത്തെ എപ്പിസോഡിൽ കുറവായിരുന്നു. കഴിഞ്ഞ 5 ആഴ്ചകൾ എടുത്തു നോക്കുമ്പോൾ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് വന്നിട്ടുണ്ടാവുക. നോർമലി വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് സാറ്റർഡേ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ വക ഫയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇന്നലത്തെ എപ്പിസോഡിൽ ഒരുപാട് ആളുകളിൽ ഒരു പ്ലസന്റ് മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാല്യുവേഷൻ നടത്താൻ പറ്റിയിട്ടുണ്ടായി. പുതുതായിട്ട് വന്ന വൈൽഡ് കാർഡ്സിന് പറ്റിയിട്ടുള്ള ഒരു വാല്യുവേഷൻ അവിടെ നടക്കുകയുണ്ടായി. ഓരോരുത്തരുടെയും കുറച്ച് ബാഡ് ആൻഡ് ഗുഡ് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ചർച്ച അവിടെ നടക്കാൻ പറ്റിയിട്ടുണ്ടായി. ഇത് ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 35 34ാമത്തെ ദിവസമാണ്. 20 കണ്ടസ്റ്റന്റുകളാണ് ആ വീട്ടിൽ ഇപ്പോൾ ഉള്ളത്. 5 ആഴ്ച കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പറയുന്ന 5 ആഴ്ചകളും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ പോവുകയുണ്ടായി. ഒരുപാട് പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ 5 ആഴ്ചകൾ കൊണ്ട് ആ വീടിൻ്റെ ഉള്ളിൽ സംഭവിച്ചിരുന്നു എങ്കിൽ പോലും 4 ആഴ്ചകൾ കഴിഞ്ഞ് ഈ കഴിഞ്ഞ ലാസ്റ്റത്തെ ആഴ്ച ഒരുപാട് വലിയ ഇഷ്യൂസ് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഒരു സമാധാന അന്തരീക്ഷത്തിൽ വൈൽഡ് കാർഡ്സിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്തും വന്ന 2 ദിവസങ്ങളിൽ എല്ലാവരും ഡിഫെൻഡ് ചെയ്തും പിന്നീട് അവരുമായിട്ട് ജെല്ലായി അക്സെപ്റ്റ് ചെയ്തും ഒക്കെ പോകുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. മെയിൻ ആയിട്ട് ഒരു 3 ഇഷ്യൂസ് ആണ് എല്ലാവരും ഇത്തവണ ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കുമെന്നും പണിഷ്മെന്റ് കൊടുക്കുമെന്നും അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ആക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു 3 ഇഷ്യൂവിൽ 2 ഇഷ്യൂ കാര്യമായിട്ട് ലാലേട്ടൻ ചോദിക്കുകയും ഒരു കാര്യം ജാൻമണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ട് കാര്യമായ ഒരു സംസാരം അവിടെ ഉണ്ടാവാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന വൈൽഡ് കാർഡ് എൻട്രി വീട്ടിൽ വന്നതിന്റെ അന്ന് തന്നെ ഒരുതരം വ്യക്തിവിരോധം കാരണം ഒരു കമ്മ്യൂണിറ്റിയെ ഒന്നാകെ അടച്ചാക്ഷേപിച്ച് അത് തന്റെ രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ ഗെയിമാണ് എന്ന് ന്യായീകരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ബിഗ് ബോസ് അതിലൊരു വാർണിംഗോ കാര്യങ്ങളോ നടത്താൻ ഡയറക്റ്റ് ആയിട്ട് ശ്രമിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ ആഴ്ച ലാലേട്ടൻ വന്നപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് അഭിഷേകിനോട് ചോദിക്കുകയുണ്ടായി. അപ്പൊ ആ ഒരു സമയത്ത് അഭിഷേക് പറഞ്ഞൊരു ന്യായം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റിയെ അടച്ചാക്ഷേപിച്ചില്ല, ഒരു ഗ്രൂപ്പിനെയാണ് പറഞ്ഞത്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ വാക്കുകൾ കാരണം തെറ്റിദ്ധരിക്കപ്പെട്ടതാവാം, ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല എന്നുള്ള തരത്തിലുള്ള അഭിഷേക് ഇതിനെ ന്യായീകരിക്കുകയുണ്ടായി. ഫസ്റ്റ് വന്ന ദിവസങ്ങളിൽ അഭിഷേകിനെ ആദ്യത്തെ ഒരു 2 ദിവസത്തേക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടക്കേടുണ്ടായിരുന്നു അല്ലെങ്കിൽ പൊരുത്തക്കേടുണ്ടായിരുന്നു എങ്കിൽ പോലും പിന്നീട് ആ ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് വരികയായിരുന്നു അഭിഷേകിനെ. അതുകൊണ്ട് തന്നെ ഇപ്പോഴൊരു ഒരാഴ്ച കഴിയുന്ന ഒരു സമയത്ത് ആളുകൾക്കൊക്കെ അഭിഷേകിനോട് ഉണ്ടായിരുന്ന ഒരു ജഡ്ജ്മെന്റ് മാറിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് അഭിഷേക് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് എന്ന് അഭിഷേക് പറഞ്ഞപ്പോൾ ഉള്ളിലുള്ളവരും ലാലേട്ടനും അത് അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഒരു പണിഷ്മെന്റ് കൊടുക്കുകയുണ്ടായി. വരുന്ന 2 ആഴ്ചകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എവിക്ഷൻ പ്രോസസ്സിലേക്ക് അഭിഷേകിന് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ പുറത്തു നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അകത്ത് വന്നത് പറഞ്ഞ് ഒരു കണ്ടസ്റ്റന്റിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊരു ഗെയിം ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു സായി അത് സമ്മതിക്കുകയും ചെയ്തു. ലാലേട്ടൻ ചോദിച്ച സമയത്ത് പുറത്തെ കാര്യങ്ങൾ വന്ന് പറഞ്ഞുകൂടാ എന്നുള്ള ഒരു റൂൾ നിൽക്കെ എങ്ങനെ താൻ ഇത് ചെയ്തു, എന്തുകൊണ്ട് താൻ ഇത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ സായി വ്യക്തമായും കൃത്യമായും പറയുകയുണ്ടായി, അതെന്റെ ഗെയിം ആയിരുന്നു, എന്റെ ഗെയിം പ്ലാന്റെ ഭാഗമായിരുന്നു എന്ന്. പക്ഷെ അപ്പോഴും ലാലേട്ടൻ അവിടെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കയറി വരുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ആ വീടിന്റെ ഉള്ളിൽ സായി ഇത് പറയുന്ന സമയത്താണെങ്കിലും ബിഗ് ബോസ് 2-3 തവണ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വാണിങ്ങുകൾ മറികടന്ന് വീണ്ടും സായി ഇത് പറഞ്ഞ സമയത്ത് വീണ്ടും ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു കാര്യമാണ് ലാലേട്ടൻ സംസാരിച്ചത്. ആ ഒരു സമയത്തും സായി സോറി പറയുന്നുണ്ടായിരുന്നു, ഇനി അത് ചെയ്യില്ല, ആവർത്തിക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സായിക്കും ഒരു പണിഷ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ആഴ്ചത്തെ ഡയറക്റ്റ് എലിമിനേഷനിലേക്ക് സായിയും സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ 2 പേര് ഈ ആഴ്ച ഉണ്ടാവും. അഭിഷേക് അടുത്ത ആഴ്ച കൂടി ഉണ്ടാവും, സായി ഈ ഒരാഴ്ചത്തേക്ക് കൂടെ ഉണ്ടാവും. അതുപോലെ കഴിഞ്ഞ ദിവസത്തെ ഒരു മോർണിംഗ് ടാസ്കില് നോറയും ജാൻമണിയും തമ്മിൽ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആയിരുന്നു. മോർണിംഗ് ടാസ്കിന് ശേഷം ജാൻമണി പൊതുവെ ജാൻമണിയെ പറ്റി എന്ത് പറഞ്ഞാലും അത് പേഴ്സണൽ ഗ്രഡ്ജിലേക്ക് എടുക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ്. അതുകൊണ്ട് തന്നെ നോറയും ജാൻമണിയും തമ്മിൽ വലിയൊരു ഇഷ്യൂ ഉണ്ടായി. അത് ഒരു കൈ ഓങ്ങി ജാൻമണി നോറയെ അടിക്കാൻ ചെല്ലുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അസോൾട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുകയും അതിന് ബിഗ് ബോസ് അവിടെ ഒരു വാർണിംഗ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സംഭവത്തെ പറ്റിയിട്ട് അവിടെ ലാലേട്ടൻ ചോദിക്കുമെന്നാണ് ഈ വീക്കില് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ലാസ്റ്റത്തെ തവണ ജാൻമണിക്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് വാർണിംഗ് എന്നുള്ള തരത്തിലായിരുന്നു.
അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ ഒരു സംഭവത്തെ ലാലേട്ടൻ അത് ചോദിക്കുകയും അതിന് മറ്റൊരു തലത്തിലേക്കുള്ള ഒരു പണിഷ്മെന്റിലേക്ക് പോകുമെന്നൊക്കെ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ആ ഒരു വിഷയം സംസാരിച്ചിട്ടില്ല. ബട്ട് ഈ എപ്പിസോഡിന്റെ ലാസ്റ്റ് വന്നപ്പോൾ ലാലേട്ടൻ പറഞ്ഞൊരു വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത് ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ഈ ഒരു കാര്യം ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ്. അതുപോലെ പുതുതായിട്ട് വന്ന വൈൽഡ് കാർഡ്സിനൊക്കെ ആ വീടിന്റെ ഉള്ളവർ ഒരു റാങ്കിങ് കൊടുക്കുകയുണ്ടായി. അതിനുള്ള ഒരു ഗെയിം അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ്. റാങ്കിംഗ് പ്രോസസ്സിലൂടെ പൂജ 1ാം സ്ഥാനത്തും സിബിൻ 2ാം സ്ഥാനത്തും അഭി 3ാം സ്ഥാനത്തും സായി 4ാം സ്ഥാനത്തും അഭിഷേക് 5, നന്ദന 6 എന്നീ സ്ഥാനങ്ങളൊക്കെയാണ് അവർക്ക് കരസ്ഥമായിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ നിന്ന് തന്നെ പൂജയും സിബിനെയും അഭിയും ഒക്കെ ആ വീട്ടിലുള്ളവർ കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ വീട്ടിലുള്ളവരുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് വന്ന ഒരു വീക്ക് കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് മനസ്സിലായത്. പക്ഷെ ആരോടും പ്രത്യേകിച്ച് ഒരു ഇഷ്ടക്കേടോ കാര്യങ്ങളോ ഉള്ളതായിട്ട് പറയുന്നില്ല. നന്ദന കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണെന്നോ ഓവർ സ്മാർട്ട് ആണെന്നോ എന്നുള്ള തരത്തിലേക്ക് പോയാൽ മറ്റുള്ളവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഫീഡ്ബാക്കുകൾ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ ഒരു ബ്രേക്ക് എടുക്കുന്ന ഒരു സമയത്ത് ജാൻമണിയെ പറ്റിയിട്ട് നോറ അവിടെ ഒരു കാര്യം പറയുകയും അതിനെ പറ്റിയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ജാൻമണി ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം നോറയെ ആ ഒരു വീണ്ടും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് എന്നുള്ള ഒരു ഫീലിലേക്ക് ജാൻമണി എടുക്കുകയാണ്. നോറയുടെ ജീവിതം നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവിടെ ജാൻമണി പറയുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം അവിടെ കയറി ഒരു തീ കത്തി വരേണ്ട ഒരു ഇഷ്യൂ തന്നെയായിരുന്നു. പക്ഷെ അതൊരു കനല് എന്നുള്ള രീതിയിലേക്ക് കെട്ടുപോവുകയൊക്കെ ചെയ്തു. ലാലേട്ടൻ വന്ന സമയത്ത് വീണ്ടും അതിനെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞു. ഒരുപാട് അങ്ങ് താക്കീത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല. കാരണം ലാലേട്ടൻ നാളത്തേക്ക് അത് മാറ്റി വെച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അതുപോലെ വീട്ടിലുള്ളവരൊക്കെ ആ ഒരു എപ്പിസോഡ് കഴിയുന്ന ഒരു സമയത്തേക്ക് വീട്ടിലുള്ളവരൊക്കെ ലാലേട്ടനോട് നാളെ വിഷുവാണ്, ഞങ്ങളെ കാണാൻ ഡയറക്റ്റ് വീട്ടിലേക്ക് വരണം എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നു. ലാലേട്ടൻ അതിനൊരു വാക്ക് കൊടുക്കുകയാണ്, വരാമെന്നുള്ള രീതിയിലൊക്കെ വാക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ പോകുന്നതിന് മുമ്പ് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ജാൻമണിക്കും ഗബ്രിക്കും ജാസ്മിനും ഉള്ളത് തരാം എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ പോകുന്നത്. അവർക്ക് എന്തോ കാര്യമായിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ എപ്പിസോഡിൽ അത് തന്നെയായിരിക്കും നടന്നിട്ടുണ്ടാവുക. എന്തായാലും എവിക്ഷനിൽ നിന്നും അഭിഷേകും ശ്രീതുവും സേവ് ആയിരിക്കുകയാണ്. അവർ രണ്ടുപേരും സേവ്ഡ് ആണ്. ഇനി ബാക്കിയുള്ളവർ ആ ഒരു എവിക്ഷൻ പ്രോസസ്സിൽ ഉണ്ട്. ശ്രീതുവും അഭിഷേകും ശ്രീരേഖയുമാണ് എവിക്ഷനിൽ സേവ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ആ ഒരു പ്രോസസ്സിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വരുമ്പോൾ ഗബ്രിക്കും ജാസ്മിനും എന്താണ് ലാലേട്ടൻ കരുതി വെച്ചിരിക്കുന്നതെന്നും ജാൻമണിക്കുള്ളത് പ്രഡിക്റ്റബിൾ ആണ്. നോറയായിട്ടുള്ള ഒരു ഇഷ്യൂ കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും സംസാരിക്കേണ്ടാവുക. പക്ഷെ ജാസ്മിനും ഗബ്രിക്കും വേണ്ടിയിട്ട് ലാലേട്ടൻ കരുതി വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് എന്താണെന്നും അതുപോലെ ഇന്നത്തെ എപ്പിസോഡിൽ ആരാണ് എവിക്റ്റ് ആയി പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ അറിയാം. അതിനുശേഷം ഈ ഒരു എപ്പിസോഡും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം വീക്കെൻഡ് എപ്പിസോഡിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്ന സീക്വൻസസിൽ ജാൻമണി നോറയെ വീണ്ടും ഒരു രീതിയിൽ മോശമായ രീതിയിൽ സംസാരിക്കും. അവർ തമ്മിൽ വീണ്ടും ഒരു ഫൈറ്റ് ക്രിയേറ്റഡ് ആയി വരുന്ന ഒരു സീനൊക്കെയാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പം ജാൻമണി നോറയെ ട്രിഗർ ചെയ്തു അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് നോറ പറയുകയും നോറ ജാൻമണിയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ജാൻമണി പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ നടക്കുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വീണ്ടും പ്രമോ ഇതുവരെ വന്നിട്ടില്ല. പ്രമോ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് സംഭവം എന്നുള്ളത്. പക്ഷെ നിലവിൽ ഉള്ള ഒരു ഇത് വെച്ചിട്ട് ഇത്രയും ഈ ഒരു 2-3 കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്.